ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രൈ പാക്കലുടെ കൂടിയും റൈസ് പാക്കലുടെ കൂടിയും ഒരേപോലെ ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പനീർ ഗീ റോസ്റ്റ് ആണ്. ഈ പനീർ ഗീ റോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. അതേപോലെ സാധാരണ പനീർ കറികൾ കഴിക്കുന്ന പോലെ ആ ഒരു ടേസ്റ്റ് അല്ല, ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതേപോലെ പനീർ ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും അവർക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടും. അതേപോലെ നിങ്ങൾ ഈ റെസിപ്പി ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട സ്പെഷ്യലായിട്ടുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കാം. ഇതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളക്, 1 ടീസ്പൂൺ സാധാരണ ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം, ഒരു 5 വറ്റൽമുളക്, ഇതുകൂടാതെ 1 കഷ്ണം കറുകപ്പട്ട, 3 ഏലക്കായ, 3 ഗ്രാമ്പു, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുന്ന ചൂടാക്കിയെടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റോളം നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് എടുത്ത് മാറ്റി ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിന് ശേഷം മിക്സിയുടെ ഒരു ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചൂടാറിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാണ്ട് ഇതിലേക്ക് നെല്ലിക്ക വലിപ്പത്തിലുള്ള കുറച്ച് വാളംപുളി ചേർത്ത് കൊടുക്കാം. ഈ വാളംപുളിക്ക് പുളി കുറവാണ്, അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് ചേർത്തത്. നിങ്ങളുടെ കയ്യിലുള്ള പുളി കൂടുതലാണെങ്കിൽ അത് വെള്ളമാക്കിയതിന് ശേഷം ലിക്വിഡ് ആക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് അടിച്ചു കിട്ടാനായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടുത്തായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പ്യുവർ ഗീ ഇട്ട് കൊടുക്കാം. ഗീ മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 250 ഗ്രാം അളവിൽ പനീർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ടുകൊടുത്ത പനീറൊക്കെ ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇതിന് എടുത്തു മാറ്റാം. ഇനി ഇതേ ഗീയിലേക്ക് തന്നെ വലിയൊരു സബോള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. സബോള പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സബോളൊക്കെ ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ 1 ടീസ്പൂൺ അളവിൽ ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. സാധാരണ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി അല്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ യോഗർട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ യോഗർട്ട് അവൈലബിൾ അല്ലെങ്കിൽ പുളി കുറഞ്ഞ തൈര് ചേർത്താലും മതി. അപ്പോൾ നമ്മൾ ചേർത്തൊരു തൈരൊക്കെ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചേർത്തൊരു തൈരൊക്കെ മസാലയിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ലിക്വിഡ് ചേർക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ആ മിക്സിയുടെ ജാറൊന്ന് ഇതിലേക്ക് കഴുകി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് തുടങ്ങണവരെന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ ഗ്രേവി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പനീർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പനീർ ഈ മസാലയിട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം ഫ്രൈ ചെയ്ത് വേവിച്ചെടുത്ത പനീറാണ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും വേവിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പനീർ ഗീ റോസ്റ്റ് ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സെർവിംഗ് ഡിഷിലോട്ട് പകർത്താം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പനീർ ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം.
ഡ്രൈ പാക്കിലൂടെ മാത്രമല്ല റൈസ് പാക്കിലൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നല്ലൊരു കോംബോ തന്നെയാണ്. അപ്പോൾ എല്ലാവരും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ പനീർ ഗീ റോസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ റെസിപ്പിയുടെ മറ്റൊരു വിഭവമായി ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.